ഒക്ടോബർ 1 ലോക വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 1 വയോജന ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ ആർക്കും കഴിയില്ല. വയോജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നോർമ്മിപ്പിക്കുന്നതാണ് ഓരോ വയോജന ദിനങ്ങളും. നമുക്ക് മുമ്പേ നടന്നവർക്ക് ആദരവർപ്പിക്കാം. ജീവിതത്തിന്റെ നല്ല നാളുകൾ മാറി മറിഞ്ഞ് എല്ലാവരും എത്തിപ്പെടുന്ന ജീവിതയാത്രയിലെ മറ്റൊരു തുരുത്താണ് വാർദ്ധക്യം. അവർ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിൽ എന്നോർമ്മിക്കണം. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടത് പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണ്. വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങിത്തുടങ്ങിയവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. വൃദ്ധജനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. WHO കണക്കുകൾ പ്രകാരം 2025 ആകുമ്പോഴേക്കും ലോകത്തെ വയോജനങ്ങളുടെ എണ്ണം 100 കോടി കടക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പുതുതലമുറ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കിലും മൂല്യം നഷ്ടമാകുന്ന അവസ്ഥയുണ്ട്. അത് മാറണം. വയോജന ദിനത്തിൽ നമുക്ക് പുതുതലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് അന്നൂരിലെ നാദിൻ കൃഷ്ണേട്ടൻ. ഈ പ്രായത്തിലും തന്നാൽ കഴിയുന്ന ജോലികളും പ്രവർത്തനങ്ങളുമായി ജീവിതം ആസ്വദിക്കുന്ന വേറിട്ട വ്യക്തിത്വം. നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം വയോജന നന്മയ്ക്കായി.